നത്തിങ് ഫോൺ 2A+. ആ ഒരു പ്രൈസ് റേഞ്ചിൽ തന്നെ വരുന്ന മോട്ടറോള എഡ്ജ് 15 ഇതിലേത് വാങ്ങണം? രണ്ടും സെയിം പ്രൈസിൽ വരുന്ന രണ്ട് ഫോൺസാണ്. അപ്പം ഇതിലേത് വാങ്ങണം എന്നുള്ള അത്യാവശ്യം നല്ല കൺഫ്യൂഷൻ ആയിട്ടുള്ള കാര്യം തന്നെയാണ്. അപ്പം ഈ രണ്ട് ഫോണായിട്ട് കമ്പയർ ചെയ്ത് നോക്കി കഴിഞ്ഞാൽ ഏതായിരിക്കും ബെസ്റ്റ്? അപ്പോൾ ഈ ഒരു വീഡിയോ കഴിയുന്ന സമയത്ത് നിങ്ങൾക്ക് അതിൻ്റെ ഒരു ക്ലാരിഫിക്കേഷൻ എന്തായാലും കിട്ടുന്നതായിരിക്കും. സോ വീഡിയോ മുഴുവനായിട്ട് കാണാം. അപ്പോൾ കൂളായിട്ടൊന്ന് പറഞ്ഞ് ടൈം വേസ്റ്റ് ഇല്ല. അപ്പോൾ നേരെ വീഡിയോയിലിട്ട് ഫസ്റ്റ് ഓഫ് ഓൾ ആയിട്ട് തന്നെ ഈ രണ്ട് ഫോണിൻ്റെയും പ്രൈസും വേരിയൻറ്റും പറയുകയാണെങ്കിൽ 8GB 256GB വേരിയൻ്റാണ് ബേസ് മോഡലായിട്ട് വരുന്നത്. ഈ രണ്ട് ഫോണിൻ്റെയും പ്രൈസ് 27,999 ആയിട്ടാണ് വരുന്നത്. സോ രണ്ട് ഫോണിൻ്റെയും സെയിം ആയിട്ടുള്ള പ്രൈസും വേരിയൻ്റ് ആയിട്ടാണ് വരുന്നത്. ഓഫർ പ്രൈസും രണ്ടും ഓൾമോസ്റ്റ് സെയിം തന്നെയാണ്. ലോഞ്ച് പ്രൈസ് എന്ന് പറഞ്ഞാൽ 25,999 ആയിട്ടാണ് രണ്ട് ഫോണും വരുന്നത്. രണ്ടും ഈ അടുത്ത് തന്നെ ലോഞ്ച് ചെയ്ത രണ്ട് ഫോൺസ് തന്നെയാണ്. അപ്പോൾ സെയിം ആയിട്ടുള്ള പ്രൈസിലാണ് വരുന്നത്. ഇനി നത്തിങ് ഫോൺ ആണെങ്കിൽ തന്നെ പ്ലാസ്റ്റിക്കിൻ്റെ ബിൽഡാണ് വരുന്നത്. ആ ഒരു വെറൈറ്റി ഡിസൈൻ കീപ്പ് ചെയ്തിട്ട് തന്നെ ഇപ്പോഴും നത്തിങ് ഫോൺ 2A+ഉം അങ്ങനെ തന്നെയാണ്. കാണാൻ അത്യാവശ്യം ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു ഫോണാണ് നത്തിങ് ഫോൺ എന്നുള്ളത്. ഇനി മോട്ടറോളയിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഒട്ടുമിക്ക ഇപ്പം മോട്ടറോള ഫോൺസിലൊക്കെ കണ്ടുവരുന്ന എഡ്ജ് സീരീസിലൊക്കെ കണ്ടുവരുന്ന അതേ സെയിം ആയിട്ടുള്ള ഡിസൈൻ തന്നെയാണ് അതിലും വരുന്നത്. വീഗൻ ലെതർ ആയിട്ടുള്ള ഫിനിഷാണ് ബാക്കിൽ വരുന്നത്. മെറ്റലിൻ്റെ ഫ്രെയിമും കാര്യങ്ങളൊക്കെ തന്നെ വരുന്നുണ്ട്. അതുപോലെ തന്നെ US-ൻ്റെ മിലിറ്ററി ഗ്രേഡ് സർട്ടിഫിക്കേഷനൊക്കെ തന്നെ ഈ ഒരു ഫോൺ വരുന്നുണ്ട്. അത്യാവശ്യം നല്ല ഡ്യൂറബിൾ ആയിട്ടുള്ള ഒരു ബിൽഡ് ക്വാളിറ്റി മോട്ടറോള എഡ്ജ് 15 വരുന്നുണ്ട്. ബട്ട് നത്തിങ് ഫോണിൽ അങ്ങനെയുള്ള ബിൽഡ് ക്വാളിറ്റിയിലൊന്നും യാതൊരു തരത്തിലുള്ള ഇതുമില്ല. നോർമൽ ആയിട്ടുള്ള ബിൽഡ് മാത്രമാണ് നത്തിങ് ഫോണിൽ വരുന്നത്. പക്ഷേ ബിൽഡിൻ്റെ കാര്യത്തിൽ കുറച്ചും കൂടെ ബെറ്റർ ആയിട്ട് നിൽക്കുന്ന മോട്ടറോള ഫോണാണ്. ബട്ട് ഡിസൈൻ്റെ കാര്യത്തിൽ അത്യാവശ്യം നല്ല വെറൈറ്റി ഡിസൈൻ നത്തിങ് ഫോണിന് വരുന്നുണ്ട്. ദെൻ വെയിറ്റ് പറയുകയാണെങ്കിൽ 190 ഗ്രാം വെയിറ്റും 8.5 mm തിക്നെസ് ആയിട്ടാണ് നത്തിങ് ഫോൺ വരുന്നത്. അതുപോലെ തന്നെ മോട്ടറോള ആണെങ്കിൽ തന്നെ 180 ഗ്രാമും 7.8 mm തിക്നെസ് ആയിട്ടാണ് വരുന്നത്. സോ അത്യാവശ്യം ഒരു ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഫോൺ തന്നെയാണ് മോട്ടറോള എഡ്ജ് 15 എന്നുള്ളത്. അതുപോലെ തന്നെ നത്തിങ് ഫോൺ 2Aലാണെങ്കിൽ IP54ൻ്റെ റേറ്റിംഗ് ആയിട്ടാണ് വരുന്നത്. ബട്ട് മോട്ടറോള എഡ്ജ് 15ലാണെങ്കിൽ നമുക്ക് അവിടെ IP68ൻ്റെ റേറ്റിംഗ് വരുന്നുണ്ട്. അത് അത്യാവശ്യം ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫീച്ചർ, അല്ലെങ്കിൽ ഏറ്റവും ഒരു ഹൈലൈറ്റ് ആയിട്ടുള്ള ഒരു ഫീച്ചർ തന്നെയാണ് അതെന്നുള്ളത്. ഒരു ഫ്ലാഗ്ഷിപ്പ് ഫോണിലൊക്കെ വരുന്ന അതേ രീതിയിലുള്ളൊരു IP റേറ്റിങ്ങും ഈ ഒരു ഫോണിൽ വരുന്നുണ്ട്. അത്യാവശ്യം മറ്റേ ഫോണിൽ നോർമൽ ആയിട്ടുള്ള റേറ്റിംഗ് ആണ്. പക്ഷേ ഇത് അത്യാവശ്യം ഒരു കിടലായിട്ടുള്ളൊരു ഫീച്ചർ തന്നെയാണ് IP68 എന്നുള്ളത്. അതായത് നമ്മുടെ ഐഫോൺ ഫ്ലാഗ്ഷിപ്പ് ഫോണിലൊക്കെ വരുന്ന ആ ഒരു സെയിം ആയിട്ടുള്ള IP റേറ്റിംഗ് ആണ് ഈ ഒരു ഫോണിനും കൊടുത്തിട്ടുള്ളത്. ദെൻ ഡിസ്പ്ലേയിലേക്ക് വന്നു കഴിഞ്ഞാൽ മോട്ടറോളയിലാണെങ്കിൽ 6.7 ഇഞ്ചിൻ്റെ ഒരു OLED 120Hz 1.5K റെസൊല്യൂഷനുള്ള 1600 നിറ്റ്സിൻ്റെ ഒരു ഡിസ്പ്ലേ ആണ് വരുന്നത്. സോ ഒരു 1.5K റെസൊല്യൂഷനൊക്കെ തന്നെ ഈ ഒരു ഫോണിന് വരുന്നുണ്ട്. ദെൻ നത്തിങ്ങിലേക്ക് വന്നു കഴിഞ്ഞാൽ 6.7 ഇഞ്ചിൻ്റെ ഒരു ഫുൾ HD AMOLED 120Hz 1300 നിറ്റ്സിൻ്റെ പീക്ക് ബ്രൈറ്റ്നസ്സോട് കൂടിയുള്ള ഒരു ഡിസ്പ്ലേ ആണ് നത്തിങ് ഫോണിൽ വരുന്നത്. രണ്ട് ഫോണിലും സെൻട്രൽ അലൈൻ ആയിട്ടുള്ള പഞ്ച് ഹോളായിട്ടാണ് സെൽഫി ക്യാമറ ഒക്കെ തന്നെ കൊടുത്തിട്ടുള്ളത്. സോ ഡിസ്പ്ലേയുടെ കാര്യത്തിൽ ഏതാണ് ബെറ്റർ എന്ന് പറയേണ്ട ആവശ്യമില്ല, മോട്ടറോള തന്നെയാണ്. സോ അതിൽ യാതൊരു തരത്തിലുള്ള ഡൗട്ടും ആ കാര്യത്തിൽ വേണ്ട. ഡിസ്പ്ലേ വൈസ് അതുപോലെ തന്നെ മോട്ടറോള ആണെങ്കിൽ കേർവ്ഡ് ഡിസ്പ്ലേ ആണ് കൊടുത്തിട്ടുള്ളത്. അതും കുറച്ചും കൂടി ഒരു ബെറ്റർ ആയിട്ടുള്ള സംഭവം തന്നെയാണ്. രണ്ട് ഫോണിലും കോർണിംഗ് ഗൊറില്ല ഗ്ലാസ് 5 പ്രൊട്ടക്ഷനും വരുന്നുണ്ട്. സോ ഡിസ്പ്ലേ വൈസ് ബെറ്റർ മോട്ടറോള തന്നെയാണ്. ഇനി ക്യാമറ വൈസിലേക്ക് വന്നു കഴിഞ്ഞാൽ മോട്ടറോളയിലാണെങ്കിൽ 15 MB പ്രൈമറി ക്യാമറ, അതും LYT 700C എന്ന സോണി സെൻസറാണ് കൊടുത്തിട്ടുള്ളത്. പിന്നീട് 10 MB ഒരു 3x ടെലിഫോട്ടോ ലെൻസും മോട്ടറോള ഫോണിൽ വരുന്നുണ്ട്. അതുപോലെ തന്നെ 13 MB അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറയാണ് വരുന്നത്. 32 MB സെൽഫി ക്യാമറയും വരുന്നുണ്ട്. ഫ്രണ്ടിലും റിയറിലും നമുക്ക് 4Kയിലൊക്കെ തന്നെ വീഡിയോസ് ഷൂട്ട് ചെയ്യാൻ വേണ്ടി വരുന്നതായിരിക്കും. ദെൻ നത്തിങ്ങിലേക്ക് വന്നു കഴിഞ്ഞാൽ 15 MB പ്രൈമറി ക്യാമറ, അതും സാംസങ്ങിൻ്റെ GN9 എന്ന സെൻസറാണ് കൊടുത്തിട്ടുള്ളത്. സെക്കൻഡറി ക്യാമറ ആയിട്ട് വരുന്നത് 15 MB അൾട്രാ വൈഡ് ആണ്, അതും സാംസങ്ങിൻ്റെ JN1 എന്ന സെൻസർ കൊടുത്തിട്ടുണ്ട്. ഇനി സെൽഫിയിലേക്ക് വന്നു കഴിഞ്ഞാൽ 15 MB സെൽഫി ക്യാമറ ആണ് കൊടുത്തിട്ടുള്ളത്. ഫ്രണ്ടിലും റിയറിലും 4Kയിലൊക്കെ തന്നെ വീഡിയോസ് ഷൂട്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ട്. അപ്പോൾ രണ്ട് ഫോണിൽ നമുക്ക് ഫ്രണ്ടിലും റിയറിലും 4K ഒക്കെ തന്നെ സപ്പോർട്ട് ചെയ്യുന്ന രണ്ട് ഫോൺസ് തന്നെയാണ്. അപ്പോൾ ക്യാമറ വൈസ് പറയുകയാണെങ്കിൽ നമുക്കിവിടെ മോട്ടറോള ഫോണിൽ നമുക്ക് ടെലിഫോട്ടോ ലെൻസൊക്കെ തന്നെ ഈ ഒരു 3x ടെലിഫോട്ടോ ലെൻസൊക്കെ തന്നെ ഈ ഒരു പ്രൈസ് പോയിന്റ് കിട്ടുന്നുണ്ട്. അത് അത്യാവശ്യം ഒരു ബെറ്റർ ആയിട്ടുള്ള കാര്യം തന്നെയാണ്. അപ്പോൾ കുറച്ചും കൂടി ഒരു ബെറ്റർ ക്യാമറ എന്ന് പറയുന്നതിൽ നമുക്ക് പറയാം മോട്ടറോള ഫോണാണ് കുറച്ചും കൂടി ബെറ്റർ എന്നുള്ളത്. പക്ഷേ നെത്തിങ് ഒട്ടും മോശം തന്നെയല്ല. അത്യാവശ്യം നല്ലൊരു അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറയും പ്രൈമറി ക്യാമറ ഒക്കെ തന്നെ അതിലും വരുന്നുണ്ട്. ബട്ട് കുറച്ചൊന്ന് കുറച്ചും കൂടി ബെറ്റർ ആണെന്നുള്ളത് മോട്ടറോള ആണെന്നേ ഉള്ളൂ. ബട്ട് ക്യാമറ സ്പെസിഫിക്കേഷൻസ് നോക്കിയിട്ട് ഫോൺ എടുക്കരുത്. നിങ്ങൾ ഈ രണ്ട് ഫോണിൻ്റെയും ഒരു ക്യാമറ കമ്പാരിസണൊക്കെ തന്നെ ഫുള്ളായിട്ട് കണ്ടതിന് ശേഷം മാത്രം
ക്ലാരിഫൈ ചെയ്യുക ഏതാണ് ബെറ്റർ എന്നുള്ളത്. സ്പെസിഫിക്കേഷൻ വൈസ് കുറച്ചും കൂടെ ബെറ്റർ ആയിട്ട് നിൽക്കുന്ന ഇവിടെ മോട്ടറോള ഫോണാണ്. ദെൻ പെർഫോമൻസിലേക്ക് വന്നു കഴിഞ്ഞാൽ മോട്ടറോളയിലാണെങ്കിൽ കോൾകോം സ്നാപ്ഡ്രാഗൻ്റെ 7 Gen 1 AI ആക്സിലറേറ്റഡ് എഡിഷൻ ആയിട്ടാണ് വരുന്നത്. ഇനി നത്തിങ് ഫോണിലാണെങ്കിൽ മീഡിയടെക്കിൻ്റെ ഡിമെൻസിറ്റി 7350 Pro എന്ന ചിപ്സെറ്റ് ആയിട്ടാണ് വരുന്നത്. ആൻറ്റു സ്കോർ പറയുകയാണെങ്കിൽ മോട്ടറോളയിലാണെങ്കിൽ അറൗണ്ട് 7 lakhൻ്റെ ആൻറ്റു സ്കോറും നമുക്ക് തന്നെ വരുന്നുണ്ട്. ദെൻ നത്തിങ് ഫോണിലാണെങ്കിൽ അവിടെ നമുക്ക് 7,17,000 എബോ ആയിട്ടാണ് വരുന്നത്. സോ കുറച്ചും കൂടെ പെർഫോമൻസ് ബെറ്റർ ആയിട്ട് വരുന്നത് നത്തിങ് ഫോണിലാണെന്നേ ഉള്ളൂ. ബട്ട് എന്ന് വെച്ച് വലിയ ഗംഭീരമായിട്ടുള്ളൊരു ഡിഫറൻസ് ഒന്നും തന്നെ ഈ രണ്ട് ഫോണും തമ്മിൽ പെർഫോമൻസ് കാര്യത്തിലില്ല. ബട്ട് പൊടിക്ക് പെർഫോമൻസ് കൂടുതൽ നത്തിങ് ഫോൺ ആണെന്നേ ഉള്ളൂ. കുറച്ചും കൂടി ഒരു പുതിയ ചിപ്സെറ്റാണ് ആ ഒരു ഫോണിൽ കൊടുത്തിട്ടുള്ളത്. ദെൻ നത്തിങ് ഫോണിലാണെങ്കിൽ നമുക്കിവിടെ 3 വർഷത്തെ ആൻഡ്രോയിഡ് അപ്ഡേറ്റും 4 വർഷത്തെ സെക്യൂരിറ്റി അപ്ഡേറ്റും നത്തിങ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ മോട്ടറോളയിലാണെങ്കിൽ 2 വർഷത്തെ അപ്ഡേറ്റും അതുപോലെ തന്നെ 3 വർഷത്തെ സെക്യൂരിറ്റി അപ്ഡേറ്റ് മാത്രമേ പ്രൊവൈഡ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ കുറച്ചും കൂടി ഒരു ബെറ്റർ 1 വർഷം കൂടി കൂടുതൽ നമുക്ക് നത്തിങ് ഫോണിൽ കിട്ടുന്നുണ്ട്. നത്തിങ്ങിലാണ് പിന്നെ നത്തിങ്ങിൻ്റെ OS ആണ് വരുന്നത്. അത്യാവശ്യം നല്ല ക്ലീൻ ആയിട്ടുള്ള UI ആണ്. മോട്ടറോളയാണെങ്കിലും അതുപോലെ തന്നെ ഹെലോ UI ആയിട്ടാണ് വരുന്നത്. അതും അത്യാവശ്യം ഒരു ക്ലീൻ ആയിട്ടുള്ള UI തന്നെയാണ്. അതിലൊന്നും യാതൊരു തരത്തിലുള്ള കുഴപ്പമില്ല. ബേസ്ഡ് ഓൺ ആൻഡ്രോയിഡ് 14 ആയിട്ടാണ് 2 ഫോണും വരുന്നത്. പിന്നെ LPDDR4Xൻ്റെ റാമും USF 2.2 സ്റ്റോറേജ് ആയിട്ടാണ് 2 ഫോണും വരുന്നത്. അതിലൊന്നും യാതൊരു തരത്തിലുള്ള വ്യത്യാസവും വരുന്നില്ല. ഇനി ബാറ്ററി ആണെങ്കിൽ തന്നെ മോട്ടറോളയിലാണെങ്കിൽ 5000 mAh ബാറ്ററിയും 68 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ്ങും വരുന്നുണ്ട്. നത്തിങ്ങിലാണെങ്കിൽ 5000 mAh ബാറ്ററിയും 50 വാട്ടിൻ്റെ ചാർജിങ് ആയിട്ടാണ് വരുന്നത്. ബട്ട് മോട്ടറോള ഫോണിൽ 15 വാട്ടിൻ്റെ വയർലെസ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതാണ് ഏറ്റവും വേറൊരു ഹൈലൈറ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്. അത് ഈ ഒരു പ്രൈസ് പോയിന്റ് നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ഓവറോളായിട്ട് പറയുകയാണെങ്കിൽ ഡിസൈൻ വൈസ് നത്തിങ് ആണ് കുറച്ചും കൂടെ ബെറ്റർ. കാരണം ഒരു വെറൈറ്റി ആയിട്ടുള്ള ഡിസൈനും കാര്യങ്ങളൊക്കെ തന്നെ ആ ഒരു ഫോണിന് വരുന്നുണ്ട്. ബട്ട് ബിൽഡിൻ്റെ കാര്യത്തിൽ അത് മോട്ടറോള പിടിച്ചിട്ടുണ്ട്. ബിൽഡിൻ്റെ കാര്യത്തിൽ ബെറ്റർ ആയിട്ട് നിൽക്കുന്ന മോട്ടറോള ഫോണാണ്. ഡിസ്പ്ലേ ആണെങ്കിൽ അവിടെയും ബെറ്റർ ആയിട്ട് നിൽക്കുന്ന മോട്ടറോളയാണ്. ക്യാമറയിലാണെങ്കിലും രണ്ടും ഓൾമോസ്റ്റ് സെയിം തന്നെയാണ്. ബട്ട് കുറച്ചും കൂടെ ബെറ്റർ മോട്ടറോളയാണ്. പെർഫോമൻസ് ആണെങ്കിൽ അവിടെ ബെറ്റർ ആയിട്ട് നിൽക്കുന്ന നത്തിങ് ഫോണാണ്. പിന്നീട് ബാറ്ററിയുടെ കാര്യത്തിലും കുറച്ചും കൂടെ ബെറ്റർ ആയിട്ട് പറയാനുള്ളതും മോട്ടറോള ഫോൺ തന്നെയാണ്. അപ്പോൾ ഓവറോളായിട്ട് ഒരു ക്ലാരിഫിക്കേഷൻ്റെ ആവശ്യം തന്നെയില്ല. നിങ്ങൾക്ക് ഓൾറെഡി മനസ്സിലായിട്ടുണ്ടാകും ഏതാണ് ബെസ്റ്റ് ഫോൺ ഈ ഒരു പ്രൈസ് റേഞ്ച് എന്നുള്ളത്. അത് മോട്ടറോള എഡ്ജ് 15 തന്നെയാണ്. ബട്ട് നത്തിങ് ഫോൺ ഏറ്റവും മോശം അല്ലെങ്കിൽ ഏറ്റവും വളരെ മോശമായിട്ടുള്ള ഫോണൊന്നും തന്നെയല്ല. ഇതിൻ്റെ ഓൾമോസ്റ്റ് സെയിം ആയിട്ടുള്ള സ്പെസിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ തന്നെ അതിനും വരുന്നുണ്ട്. ബട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് കുറച്ചും കൂടെ ബെറ്റർ മോട്ടറോള എഡ്ജ് 15 ആണെന്നേ ഉള്ളൂ. അതുകൊണ്ട് നത്തിങ് ഫോൺ ഒട്ടും മോശമല്ല. ബട്ട് നത്തിങ് ഫോണൊക്കെ എടുക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ സർവീസ് സെൻ്ററൊക്കെ എവിടെയാണെന്നുള്ളതൊക്കെ നോക്കിയിട്ട് മാത്രം എടുക്കാം. സോ നിങ്ങൾക്ക് ഏകദേശം ഒരു ക്ലാരിഫിക്കേഷൻ കിട്ടിയിട്ടുണ്ടാകും ഏത് ഫോണാണ് എടുക്കേണ്ടത് എന്നുള്ളത്. അപ്പം ഈ ഒരു വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾ ഇതിൻ്റെ ഒരു റിവ്യൂവും കാര്യങ്ങളൊക്കെ തന്നെ പോയിട്ട് കണ്ടിട്ട് മാത്രം സെലക്ട് ചെയ്യാം. അപ്പോൾ ഈ ഒരു വീഡിയോ എന്നത്തെ പോലെ യൂസ്ഫുൾ ആയെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സോ ഇറ്റ്സ് യുവർ ഫ്രണ്ട് അഭിനവ് സൈനിങ് ഓഫ്. ബൈ.